അവർ പറയും ഇതല്ല ഇതല്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു ഇതന്നെയാണ് ഋഷിമാരും പറഞ്ഞത്. എന്ത്? ഇതല്ല 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 ഇതല്ല. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഈശ്വരൻ എന്ന് കരുതുന്നോ അതല്ല ഈശ്വരൻ. അപ്പോൾ പിന്നെ ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം അവിടെയാണ് നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടത്. രൂപങ്ങളൊക്കെ വികസിച്ചിരിക്കുന്നത് മനസ്സിൽ നിന്നാണ്. ഇഫ് ദർ ഇസ് നോ മൈൻഡ് ദർ ഇസ് നോ ഫോം എന്നാണ്. ഏത് രൂപങ്ങളുടെയും പിന്നിൽ ആരുടെ ശക്തി വേണം? മനസ്സിൻ്റെ ശക്തി വേണം. ഇപ്പം നമ്മൾ കെട്ടിയിരിക്കുന്ന കെട്ടിടങ്ങളൊക്കെ വന്നിരിക്കുന്നത് മനസ്സിൻ്റെ ചിന്തകളിൽ നിന്നാണ്. അതിൻ്റെ പ്ലാനുകളും അതിൻ്റെ പദ്ധതികളും അതുണ്ടാക്കണമെന്ന ആഗ്രഹവും അത് നിർമ്മിക്കാനുള്ള ശക്തിയും എല്ലാം എവിടെയാണ്? മനുഷ്യ മനസ്സിലാണ്. ആണോ അല്ലയോ? ഒരു കുഞ്ഞിന് നിങ്ങൾക്ക് ജന്മം കൊടുക്കണമെങ്കിൽ കാമം എന്നൊരു വികാരം എവിടെ വരണം? മനസ്സിൽ വരണം. ഏത് സൃഷ്ടിയുടെയും പിന്നിലുള്ള ശക്തി മനസ്സാണ്. അപ്പം രൂപങ്ങളൊക്കെ നിർമ്മിക്കുന്നത് മനസ്സ് തന്നെയാണ്. മനസ്സിലെ രൂപങ്ങൾ നിർമ്മിക്കാൻ സാധ്യമല്ല. അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ടാണ് ഭാരതീയർ ബ്രഹ്മാവിനെ സൃഷ്ടാവാക്കി വെച്ചിരിക്കുന്നത്. ബ്രഹ്മാവിനെ സൃഷ്ടാവാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആവർത്തിക്കുകയാണ് പറഞ്ഞത്. സൃഷ്ടാവാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ 4 തലയുള്ള വ്യക്തി എന്നല്ല അർത്ഥം. എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമല്ല, എല്ലാവരിലുമുള്ള മനസ്സിൻ്റെ പ്രതീകമാണ് ആര്? ബ്രഹ്മാവ്. അപ്പം മനസ്സിൻ്റെ രൂപം ഏതാണ്? ഈ സൃഷ്ടികളൊക്കെ ചെയ്തിരിക്കുന്ന മനസ്സിൻ്റെ രൂപം ഏതാണ്? മനസ്സിന് വല്ല രൂപമുണ്ടോ? മനസ്സിനേ രൂപമില്ല. പിന്നെ ആ മനസ്സിനെ പോലും നിലനിർത്തുന്ന ചൈതന്യത്തിൻ്റെ രൂപമോ ഗ്രഹിക്കാൻ പറ്റുമോ? അനന്തമായ പൂർണ്ണമായ ഒരു സത്യമാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത്. ഇന്ന് നമുക്കത് പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കാത്തതിന് കാരണം നമ്മൾ കുട്ടിക്കാലം മുതലേ രൂപങ്ങളെ ഗ്രഹിച്ച് പെട്ടെന്ന് നമ്മളോട് രൂപമില്ലാത്തവനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ക്രമേണ നമ്മൾ ധരിച്ചു വെക്കണം. ഭഗവാൻ എന്ന് പറയുന്നത് രൂപമുള്ളവനായാൽ എന്താ കുഴപ്പം? ഭഗവാന് നമ്മൾ രൂപമുള്ളവനാണ് ഭഗവാൻ എന്ന് വെക്കുക. അപ്പം എന്താ കുഴപ്പം? എന്ന് വെച്ചാൽ കാലനിയമങ്ങളൊക്കെ ഏത് രൂപത്തിനും ബാധകമാണ്. അതുകൊണ്ട് ഭഗവാന്റെ രൂപത്തിനും കാലനിയമം ബാധകമാണ്. അപ്പം ജനിച്ച ഭഗവാൻ മരിക്കാനും ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഭാരതത്തിൽ അവതരിച്ച അവതാരങ്ങളെല്ലാം കൃഷ്ണനായാലും രാമനായാലും ശരീരം കൊണ്ട് ലീലകളാടിയിട്ടുണ്ടെങ്കിൽ അവസാനം ഈ ശരീരം പോയിട്ടുമുണ്ട് ഇല്ലേ? ഒരു ശരീരവും ഇവിടെ പെർമനൻ്റ് ആയിട്ട് ഏതെങ്കിലും അവർ അവതാരം നിർത്തിയതായിട്ട് നിങ്ങൾ ഏതെങ്കിലും പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല. അവരൊക്കെ ശരീരമെടുത്തു, അവരൊക്കെ ശരീരത്തെ ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഭഗവാൻ എന്ന് പറയുന്ന സത്യം പോയിട്ടില്ല. അതുകൊണ്ട് ഇത് രണ്ടും വേർതിരിച്ചറിയണം നമ്മൾ. ഒന്ന്, ഭഗവാൻ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഉപാസനാമൂർത്തിയെ കാണുന്ന രൂപമാണെങ്കിൽ അതിൽ നശിക്കാത്തതെന്ന് പറയുന്നത് ഭഗവാന്റെ തത്വമാണെന്ന് മനസ്സിലാക്കണം. തത്വം നശിക്കില്ല, രൂപം നശിക്കും. നിങ്ങളിലെ വളയെ നശിപ്പിക്കാം, മാലയെ നശിപ്പിക്കാം, മോതിരത്തെ നശിപ്പിക്കാം, ഏതാഭരണത്തെയും നശിപ്പിക്കാം, പക്ഷേ സ്വർണത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല. ഒരു മൺകലത്തെ നമുക്ക് നശിപ്പിക്കാം, മണ്ണിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഭഗവാൻ എന്ന് പറയുമ്പം രണ്ടും ചേർന്നതാണ്. ഏത് രണ്ടും? രൂപവും തത്വവും. തത്വം ഇല്ലെങ്കിൽ ഭഗവാന്റെ രൂപമില്ല. കൃഷ്ണനാകുന്നൊരു ചൈതന്യം ഉള്ളത് കൊണ്ടാണ് കൃഷ്ണനാകുന്ന രൂപമുള്ളത്. അതേ ചൈതന്യം തന്നെ രാമനിൽ ഉള്ളത് കൊണ്ടാണ് രാമനാകുന്ന രൂപമുള്ളത്. ചൈതന്യമില്ലേ ഒരു രൂപങ്ങളുമില്ല. ഉണ്ടോ? ഇല്ല. അപ്പം രൂപം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സമയത്ത് അതിനെ ശാസ്ത്രീയമായി പറയുന്നത് സ്വഭാവം എന്നാണ്. ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ, ആ സത്യത്തെ സ്വരൂപം എന്നാണ്. അപ്പം സ്വരൂപവും സ്വഭാവവും. സ്വഭാവം മാറി മാറി വരും, പക്ഷേ ഇത് മാറുന്നില്ല. സ്വരൂപം മാറി മാറി വരുന്നില്ല. ഇതൊക്കെ നമ്മൾ ഗ്രഹിച്ച് ഉറപ്പിച്ച് വെക്കണം. അപ്പം നമ്മുടെ കണ്ണുണ്ടല്ലോ, 2 തലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അതാണ് ആരാധന എന്നൊക്കെ പറയുന്നത്. ഒന്ന്, കണ്ണുകൊണ്ട് നമ്മൾ രൂപത്തെ കാണുന്ന സമയത്ത് തന്നെ ഉടനെ കണ്ണടച്ചുകൊണ്ട് ഏതിനെ ഗ്രഹിക്കണം? ഒരു നിമിഷ നേരത്തേക്കെങ്കിലും ആ തത്വത്തെ നമ്മൾ, രൂപത്തിനതീതമായ തത്വത്തെ നമ്മൾ ഗ്രഹിച്ചിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ആരാധന യഥാർത്ഥമായി തീരുള്ളൂ. ആ രൂപത്തെ കണ്ടു പോവാൻ സമ്മതിക്കരുത്. ഒരു നിമിഷം നിങ്ങൾ ആ ശംഖചക്ര കഥാരൂപമോ ഏത് രൂപമാവട്ടെ നിങ്ങൾ ആരാധിക്കുന്നത്, ആ രൂപത്തിൽ മനസ്സ് വെച്ച്
അതുകൊണ്ട് നോക്കൂ, നമ്മുടെ ആരാധനയിലൊക്കെ അമ്പലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു നിമിഷം നമ്മൾ കണ്ണ് തുറന്ന് ആദ്യം കാണുന്നു, പിന്നീട് നമ്മൾ കണ്ണടച്ച് നോക്കുന്നു. പക്ഷെ കണ്ണടയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ആരും പറഞ്ഞു തരുന്നില്ല. കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രൂപത്തെ അല്ല കാണേണ്ടത്, പിന്നെ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതും ഈ വിഗ്രഹത്തിലിരിക്കുന്നതുമായ ചൈതന്യം ഒന്ന് തന്നെയാണ്. ഭഗവാൻ കൂടെയുണ്ടെന്ന് ആ ഒരു നിമിഷ നേരത്തേക്ക് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണം. അപ്പോൾ ക്രമേണ നമ്മുടെ മനസ്സിന് മാഭൂസ്വരൂപം ഗുണരൂപം ഹി തത്തൽ, ഇവിടെ ഭഗവാന്റെ രൂപത്തിനെ സ്ഥൂല രൂപത്തെ സ്വരൂപം എന്ന് പറഞ്ഞിരിക്കുകയാണ്. സവൈ ഗുണാപായ വിസർഗലക്ഷണം. അതുകൊണ്ട് ആ ഭഗവാനിൽ നിന്നാണ് യസ്മിൻ യദോ യേന ച യസ്യ യസ്മൈ യദ്യോ യഥാ കുരുതേ കാര്യതേ ച പരാവരേശം പരമം പ്രസിദ്ധം തൽ ബ്രഹ്മ തൽഹേതു അനന്യദേകം. ആരാണ് ബ്രഹ്മം? ഇവിടെ പരിചയപ്പെടുത്തിയത് തത് ബ്രഹ്മം, അതാണ് ബ്രഹ്മം. ഏതാണത്? യസ്മിൻ യദോ യേന യസ്യ യസ്മൈ, ഏതൊന്നിൽ നിന്നാണോ, ഏതൊന്നുള്ളത് കൊണ്ടാണോ ബാക്കിയുള്ളതെല്ലാം പ്രകടമാവുന്നത്, ബാക്കിയുള്ളതെല്ലാം പ്രകടമായി പ്രവർത്തിക്കുന്നത്, ബാക്കിയുള്ളതെല്ലാം നിലനിൽക്കുന്നത്, ഏതൊന്നുള്ളത് കൊണ്ടാണോ, യോ അതിൻ്റെ സാന്നിധ്യത്തിലാണ് കുരുതേ കാര്യതേ, യാതൊന്ന് നടക്കുന്നതും ചെയ്യുന്നതൊക്കെ ഏതൊന്നുള്ളത് കൊണ്ടാണോ, പരാപരേഷം പരമം, പരത്തിൽ നിന്നും അപരത്തിൽ നിന്നും പരമമായി നിൽക്കുന്നത്, അത് തന്നെ ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുമോ? അതല്ലേ വലിയ ബുദ്ധിമുട്ട്. ഇതൊക്കെ സംസ്കൃതത്തിൽ എഴുതിയത് കൊണ്ടും സൂക്ഷ്മമായതുകൊണ്ടും മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസം. കാരണം നമ്മളത് ട്രെയിനിങ് കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയൊന്നും വളരെ ലളിതമാണ്. ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഈ 3 കാര്യങ്ങളേ ഉള്ളൂ. ഈവൻ മോഡേൺ സയൻസ് ചിന്തിച്ചാൽ തന്നെ നമുക്ക് കാണാം 3 കാര്യം, അവർക്ക് 2 കാര്യങ്ങളെ പറയാനുള്ളൂ. ഒന്ന് മാറ്ററും, 2 എനർജിയും. മാറ്റർ ഉണ്ടാവുന്നത് എനർജിയിൽ നിന്നാണ് ഫിസിക്സിന് പറയാനുള്ളത്. കൂടുതൽ സൂക്ഷ്മമായി അവർ ക്വാണ്ടം ഫിസിക്സും അതും ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും എനർജിയാണ് ബേസിക്. എന്നാൽ നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മൾ 3ാമത്തെ എനർജിയിലേക്ക് എത്തിക്കുകയാണ്. അതാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. അപ്പം മാറ്റർ എന്ന് പറയുന്നതോ അതാണ് സ്ഥൂല ശരീരം. അതുണ്ടാക്കിയ എനർജി എന്ന് പറയുന്നതോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഈ ശരീരത്തെ നിർമ്മിക്കുന്നത് ആരാണ്? ഈ ശരീരത്തെ നിർമ്മിക്കുന്നത് ഒന്നുകൂടി പഠിക്കൂ നിങ്ങൾ. നമ്മുടെ മനസ്സ്, ആ ശക്തി ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കണം നമ്മൾ. ഇനി ഒരു ശരീരം നിങ്ങൾക്ക് വേണമെന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? അപ്പോൾ ഒരു ശരീരത്തിൻ്റെ ഉറവിടം മുഴുവൻ എവിടുന്നാണ് വരുന്നത്? മനസ്സിൽ നിന്നാണ്, സംശയമില്ല. ഇനി നമ്മുടെ മനസ്സിന് ഒരു ശരീരത്തിൻ്റെ രൂപം എടുത്തിട്ടുണ്ട്. അത് ആ രൂപം പ്രകടമാവണമെങ്കിൽ മറ്റു മനസ്സുകൾ ചേരേണ്ടതുണ്ട്. ഒരച്ഛൻ്റെയും അമ്മയുടെയും അവരുടെ മനസ്സ് ചേർന്ന് അവരുടെ രക്തം ബീജമായി അണ്ഡവുമായി ചേർന്ന് ഗർഭപാത്രത്തിലേക്ക് വന്ന് ആ ശരീരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ജീവൻ പ്രവേശിക്കുകയാണ്, മനസ്സ് പ്രവേശിക്കുകയാണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ശരീരങ്ങളൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത്, വികസിച്ച് വന്നിരിക്കുന്നത് മനസ്സിൽ നിന്നാണ്. മനസ്സിൻ്റെ പ്രവർത്തനമില്ലെങ്കിൽ ഒരു ശരീരവും ഇവിടെ വികസിക്കാൻ പോകുന്നില്ല. ഉണ്ടോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഒരു രൂപവും വികസിക്കാൻ പോകുന്നില്ല. ഇനി നിങ്ങൾക്ക് ഏത് രൂപം വേണമെന്ന് നിശ്ചയിക്കുന്നത് മനസ്സാണെങ്കിൽ, മനസ്സിന് അങ്ങനെ ഒരു രൂപത്തെ നിശ്ചയിക്കണമെങ്കിൽ, അങ്ങനെയൊരു ഒരു രൂപത്തെ അങ്ങോട്ട് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു രൂപത്തിലിരുന്നു കൊണ്ടാണ് ചെയ്യുന്നത്. ആണോ അല്ലയോ? അപ്പം രൂപത്തിലിരുന്നു കൊണ്ട് വേറെ രൂപങ്ങളെ ചിന്തിച്ച് വീണ്ടും വേറെ രൂപങ്ങളെ ചിന്തിച്ച് ഇങ്ങനെ പോകുന്നു മനസ്സ്. അപ്പം അതുകൊണ്ട് സ്ഥൂലമായ ശരീരത്തെ നിർമ്മിക്കുന്നതെല്ലാം സൂക്ഷ്മമായ മനസ്സാണ്. ഇന്നത്തെ ഭാഷയിൽ, സയൻസിൻ്റെ ഭാഷയിൽ സ്ഥൂലമായ ശരീരത്തെ നമ്മൾ മാറ്റർ എന്ന് വിളിക്കുകയാണെങ്കിൽ, സൂക്ഷ്മമായ ശരീരത്തെ മനസ്സെന്ന് വിളിക്കുകയാണെങ്കിൽ, എനർജിയെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ, ഇന്നത്തെ ഫിസിക്സ് പറയുന്നത് ശരിയാണ്. അവർ പറയണു യു ക്യാൻ ഡിസ്ട്രോയ് ദ മാറ്റർ ബട്ട് യു കനോട്ട് ഡിസ്ട്രോയ് ദി എനർജി. നമുക്ക് ശരീരത്തെ നശിപ്പിക്കാം. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അതിൻ്റെ രൂപത്തെ മാറ്റം വരുത്താം, പക്ഷെ മനസ്സിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. ഈ ശരീരം വെട്ടി നുറുക്കിയാലും മനസ്സിനെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ശരീരം നശിച്ചാലും ആരും നശിക്കുന്നില്ല, മനസ്സ് നശിക്കുന്നില്ല. അത്രയും നമുക്ക് മനസ്സിലായി. ഇതാണ് മോഡേൺ സയൻസ് നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് ഒരു പടിയും കൂടി മുന്നോട്ട് പോവുകയാണ്. അതാണ് ഋഷിമാർ നമുക്ക് കാണിച്ചു തന്നത്. അവർ പറയുന്നു
എനർജിക്ക് മാറ്റർ ആവണമെങ്കിൽ, ഈ മനസ്സിൻ്റെ ഉള്ളിൽ വികാരങ്ങൾ വന്ന് മറ്റൊരു രൂപത്തെ ചിന്തിക്കണമെങ്കിൽ, ഈ ശരീരത്തിലിരിക്കുന്ന മനസ്സിന് ഇപ്പം നിങ്ങളുടെ രൂപത്തെ എനിക്ക് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ, എൻ്റെ മനസ്സിന് അതിന് സാധിക്കണം എന്നുണ്ടെങ്കിൽ, എൻ്റെ മനസ്സിന് പിന്നിൽ ആര് വേണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം വേണം. അങ്ങനെയാണ് മൂന്നാമത്തെ എനർജിയിലേക്ക് നമ്മുടെ ഋഷിമാരെത്തിയത്. അവർ പറയുന്നു ഇതെല്ലാം വന്നിരിക്കുന്നത് അതിൽ നിന്നാണ്. കാരണം ആ ശക്തിയില്ലെങ്കിൽ ഇവിടെ മനസ്സിനെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കാമം എന്ന വികാരം കൊണ്ടുവരാനോ ഒന്നും സാധ്യമല്ല. മനസ്സും ശരീരവും പരിപൂർണമായി ആശ്രയിച്ചിരിക്കുന്നത് ആ ചൈതന്യത്തെയാണ്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? അപ്പോൾ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിലാണ് മനസ്സുണരുന്നത്, ഉണർന്ന് പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്, വീണ്ടും ഉറങ്ങിക്കഴിഞ്ഞാൽ അത് സ്വസ്ഥമായി അവിടെ നിലനിൽക്കുന്നത്. അപ്പം അതിന് വിടരണമെങ്കിൽ, അതിന് വികസിക്കണമെങ്കിൽ, അതിന് വീണ്ടും ഉറങ്ങണമെങ്കിൽ ആര് വേണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. അതിനെ നോക്കിക്കൊണ്ട് ഋഷി പറയുന്നു തദ് ബ്രഹ്മം, അതാണ് ബ്രഹ്മം. അതാണെങ്കിലോ അനന്യം. അനന്യം എന്ന് പറഞ്ഞാൽ അർത്ഥം അന്യമല്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിന് മറ്റൊന്നും താരതമ്യം ചെയ്യാനില്ല. ഏകം, അത് ഏകമാണ്, എല്ലാവരിലും ഒന്ന് തന്നെയാണ്. ഒരേ സാഗരത്തിൽ നിന്ന് അനവധി പുഴകൾ പോകുന്നത് പോലെ ഒരേ ചൈതന്യത്തിൻ്റെ അനവധി രൂപങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. അപ്പോൾ ആ രൂപങ്ങളൊക്കെ വന്നിരിക്കുന്നത് മനസ്സിൽ നിന്നാണെങ്കിൽ നമ്മുടെ മനസ്സിൽ വ്യത്യസ്ത ചിന്തകളുണ്ടാവാം, വ്യത്യസ്ത വികാരങ്ങളുണ്ടാവാം. പക്ഷേ ഈ വ്യത്യസ്ത ചിന്തകൾക്കും വ്യത്യസ്ത വികാരങ്ങൾക്കും നിലനിൽക്കണമെങ്കിൽ ഉള്ളിൽ ആര് വേണം? നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം. അതുതന്നെയാണ് ഈശ്വരനെന്ന് ദൃഢമായി ഉറപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ പോവാൻ. ഭാഗവതം കേട്ട് 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 ഉറപ്പിക്കേണ്ടത് അതാണ്. അവസാനം പരീക്ഷിത്ത് മഹാരാജാവ് ഈ ഉറപ്പിലാണ് വരുന്നത്. 7ാമത്തെ ദിവസം ഭാഗവതം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്, ഓർമ്മിപ്പിക്കുകയാണ് പരീക്ഷത്തിനെ ശ്രീശുക ബ്രഹ്മർഷി പറയാണ്. 12ാമത്തെ സ്കന്ധത്തിൽ അവിടെ 5ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മോപദേശത്തിൽ പറയും, അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷനാത്മാനം ആത്മന്യാദായ നിഷ്കളേ. അഹം ബ്രഹ്മ. പരീക്ഷത്തെ അങ്ങ് ഞാനെന്ന് പറയുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? അഹം ബ്രഹ്മ പരം ധാമ. ആ മനസ്സിൻ്റെ ആശ്രയം, മനസ്സിൻ്റെ ധാമം എന്ന് പറയുന്നത് ആ ബ്രഹ്മം തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് നീ വന്നിരിക്കുന്നത്. ഏവം സമീക്ഷനാത്മാനം. ഇത് തന്നെ മനസ്സുകൊണ്ട് നല്ലവണ്ണം ഉറപ്പിച്ചുകൊണ്ട് ആത്മന്യാദായ നിഷ്കളേ, അങ്ങയുടെ മനസ്സിനെ ദൃഢമാക്കി ഉറപ്പിക്കൂ. അങ്ങയിൽ നിന്ന് അന്യമായൊരു ഈശ്വരനും ഇല്ല. ഇത് ഉറപ്പിക്കാൻ സാധിച്ചൊരു ശാസ്ത്രമാണ് ഭാഗവതം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഉയരണം. നമ്മൾ വിഗ്രഹങ്ങളെ കാണുമ്പോഴും ഈശ്വരനെ കാണേണ്ടത് എവിടെ തന്നെയാണ്? നമ്മളിൽ തന്നെയാണ്. ഭട്ടതിരിപ്പാട് അത് ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാരായണീയത്തിലെ 2ാമത്തെ ശ്ലോകം ഉണ്ടല്ലോ, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഏവം ദുർലഭ്യവസ്തും നബി സുലഭതയാ ഹസ്തലബ്ധേയതന്യൽ തൻവാവാജാദിയാവാ ഭജതി പദജന ക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേ താവദ്ഭയന്തു സ്ഥിരതര മനസാം വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശം ഏവാശ്രയാമാ. നിശേഷം ആത്മാനം ഏനം ഗുരുപവനപുരാധീശം. എൻ്റെ ആത്മാവിൽ നിന്ന് വിട്ടിട്ടൊരു ഗുരുവായൂരപ്പനും ഇല്ല എന്നുകൊണ്ട് ഉറപ്പിക്കണം. ഇത് തന്നെയാണ് ഗീതയിൽ ഭഗവാൻ അടിച്ചുറപ്പിക്കുന്നത്. നമ്മൾ ഹിന്ദുക്കൾ നല്ലവണ്ണം ബോധവൽക്കരിക്കണം ഇക്കാര്യത്തിൽ മനസ്സിനെ. അവജാനന്തി മാം മൂഢ മാനുഷിം തനുമാശ്രിതം. മനുഷ്യൻ്റെ ശരീരമെടുത്ത രൂപത്തിൽ നിങ്ങൾ എന്നെ കണ്ടോളൂ, വിരോധമില്ല. പക്ഷേ പരംഭാവമജാനന്ത മമഭൂതമഹേശ്വരം. നിങ്ങൾ പരമമായ ഭാവം മറക്കരുത്. ഞാൻ നിങ്ങളാകുന്ന ഭൂതത്തിൻ്റെ മഹേശ്വരനാണ് എന്ന് വെച്ചാൽ ഞാൻ നിറഞ്ഞിരിക്കുന്നത് വിഗ്രഹത്തിലാണെന്ന് നിങ്ങൾ പറയരുത്. ആ വിഗ്രഹത്തിൽ പോലും എൻ്റെ ചൈതന്യം വന്നിരിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നാണ്. അപ്പം നമ്മൾ രൂപത്തെ പുറമേ കാണുമ്പോഴും തത്വത്തെ എവിടെ ഗ്രഹിക്കണം? നമ്മുടെ ഉള്ളിൽ ഗ്രഹിക്കണം. ഇങ്ങനെ കാണലും ഗ്രഹിക്കലും, ഗ്രഹിക്കേണ്ടത് ബുദ്ധി കൊണ്ടും കാണൽ കണ്ണുകൊണ്ടും, ഇങ്ങനെ നമുക്ക് കാണാൻ സാധിച്ചാൽ ഭഗവാനെ
ഉള്ളിൽ ബ്രഹ്മമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അസ്തീതി നാസ്തീതി ച വസ്തുനിഷ്ഠയോ ഏകസ്തയോർ ഭിന്ന വിരുദ്ധധർമ്മയോ അവേക്ഷിതം കിഞ്ചന യോഗസാംഖ്യയോ സമം പരം ഹി അനുകൂലം ബൃഹത്തൽ. ചിലർ പറയുന്നു അസ്ഥി, ഭഗവാൻ ഉണ്ട് എന്ന്. ചിലർ പറയുന്നു നാസ്തി, ഇല്ല എന്ന്. ചിലരുണ്ട് എന്ന് പറയുന്നു, ചിലരില്ല എന്നൊക്കെ പറയുന്നത് ഏത് തലത്തിലാണ് അവരൊക്കെ പറയുന്നത്? വസ്തുനിഷ്ഠയോ ഏകയോ ഭിന്ന വിരുദ്ധധർമ്മയോ. ഈ രൂപങ്ങളാണ് ഈശ്വരൻ എന്ന് ധരിക്കുന്നവർ പറയുന്നു ഇതാണ് ഈശ്വരൻ എന്ന്. എന്നാൽ ചിലർ പറയുന്നു ഈശ്വരൻ എന്ന് പറയുന്നത് ഇല്ല, അങ്ങനെ കാരണം രൂപങ്ങളൊക്കെ നശിക്കും. ഇപ്പം യുക്തിവാദികൾ അതാണ് സമ്മതിക്കാത്തത്. നമ്മുടെ പൂർവികന്മാരൊക്കെ ഉണ്ടല്ലോ, പലരും യുക്തിവാദികളായിരുന്നു. അവരൊന്നും അങ്ങോട്ട് അന്ധമായിട്ട് സ്വീകരിച്ചവരായിരുന്നില്ല. നിങ്ങൾ വിവേകാനന്ദ സ്വാമികളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹം ഈശ്വരനെയൊന്നും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് കൽക്കട്ടയിൽ അദ്ദേഹം കാണുന്ന സന്യാസിമാരോട് മുഴുവൻ ചോദിച്ച ചോദ്യം നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അപ്പം വിഗ്രഹം ഈശ്വരനായിട്ട് അദ്ദേഹം കണക്കാക്കിയില്ല. ഉണ്ടോ? കൽക്കട്ടയിലുള്ള കാളീക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് പോയാൽ കണ്ടുകൂടെ ദേവിയുടെ രൂപം? സമ്മതിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഗ്രഹങ്ങളെ അവർ ഈശ്വരനായിട്ട് അംഗീകരിക്കാത്തതിന് കാരണം അവരുടെ യുക്തി കൊണ്ട് അവർ കാണുന്നു ഉണ്ടായതെല്ലാം നശിക്കുന്നു. പിന്നെ ഇങ്ങനെ ഇത് ഈശ്വരനാവുക? അതുപോലെ മനുഷ്യൻ്റെ പട്ടിണിയും ബഹളങ്ങളും കാര്യങ്ങളും ഇതിലൊന്നും ഈശ്വരനൊരു സഹായം ചെയ്യുന്നത് കാണുന്നില്ല. പിന്നെ ഇങ്ങനെ ഇത് ഈശ്വരനാവുക? അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് ചോദ്യങ്ങൾ അവർ ചോദിച്ചത് പറയാൻ. പിന്നീടാണ് രാമകൃഷ്ണ പരമഹംസരെടുത്തെത്തിയിട്ട് ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നത്, ഞാൻ നിന്നെ കാണുന്നതിനേക്കാളും വ്യക്തമായി ആരെ കാണുന്നു? ഈശ്വരനെ കാണുന്നു. അപ്പോഴാണ് വിവേകാനന്ദ സ്വാമികൾ വീഴുന്നത്. അതായത് നിന്നെ കാണുന്നതിനേക്കാളും വ്യക്തതയിൽ ഈശ്വരനെ കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് നമ്മളെ ചിന്തന അങ്ങോട്ട് പോവരുത്. നിന്നെ കാണണമെങ്കിൽ എനിക്ക് കണ്ണ് വേണം. ആ കണ്ണിനെ പ്രകാശിപ്പിക്കണമെങ്കിൽ മനസ്സ് വേണം. ആ മനസ്സിനെ പോലും പ്രകാശിപ്പിക്കണമെങ്കിൽ അപ്പോൾ ആരോട് അടുത്താണ് ഞാനിരിക്കുന്നത്? ചൈതന്യത്തോട് അടുത്താണ് ഇരിക്കുന്നത്. അത്രയും തൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന മഹാത്മാവ് പറയുന്നു, എൻ്റെ കണ്ണുകൊണ്ട് നിന്നെ കാണുന്നതിനേക്കാളും അടുത്താണ് എനിക്ക് ഭഗവാൻ എന്ന് പറയുകയാണ്. അപ്പോൾ അത്രയും ആ തത്വത്തിലേക്ക് മനസ്സിനെ ഉറപ്പിച്ചവരാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ അസ്ഥി നാസ്തി, ഭഗവാൻ എന്ന് പറയുന്നത് ഉള്ളവൻ എന്ന് പറഞ്ഞാലും ഇല്ലാത്തവനാണെന്ന് പറഞ്ഞാലും വസ്തുനിഷ്ഠയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സമം പരം ഹി അനുകൂലം ബൃഹത്തൽ. ഭഗവാൻ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഭഗവാൻ ഇല്ല എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഋഷിമാർ പറയുന്നു, ഭഗവാൻ ഉണ്ടോ ഭഗവാൻ ഇല്ലയോ എന്നുള്ള ചിന്തകളൊക്കെ വഴിതെറ്റിയ ചിന്തകളാണ്. യഥാർത്ഥമായൊരു ചിന്ത എന്ന് പറയുന്ന അന്വേഷിച്ചു പോകുമ്പോൾ മനസ്സിലാവുന്നത് ഭഗവാനേ ഉള്ളൂ എന്നാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം ഭഗവാൻ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഭഗവാൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയാൻ സാധിക്കുന്നത് ഏത് ഉപകരണം വെച്ചിട്ടാണ്? ഭഗവാൻ ഇല്ല എന്ന് എനിക്ക് പറയണമെങ്കിൽ എൻ്റെ നാവ് പറയണമെങ്കിൽ ആര് പറയിപ്പിക്കണം? മനസ്സ് പറയിപ്പിക്കണം. ഭഗവാൻ ഇല്ല എന്ന് പറയണമെങ്കിലും മനസ്സ് പറയിക്കണം. ആ മനസ്സിനെ പോലും നിലനിൽപ്പ് കൊടുക്കുന്നവനാണ് ഭഗവാനെങ്കിൽ വാസ്തവത്തിൽ ആരേ ഉള്ളൂ? ഭഗവാനേ ഉള്ളൂ. അതാണ് മറ്റ് മതത്തിൽ നിന്നല്ലോ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു മഹത്വം. അവർ ഈശ്വരനുണ്ട് എന്ന് പറയുമ്പം നമ്മൾ ഈശ്വരനുണ്ട് എന്നല്ല പറയണത്, ഈശ്വരനേ ഉള്ളൂ. അതാണ് വ്യത്യാസം. ഈശ്വരനെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാം നിലനിൽക്കുന്നത് ഈശ്വരനിലാണ്. അപ്പോൾ ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ നിലനിൽപ്പായി ഇല്ല. അപ്പോൾ എല്ലാം ഈശ്വരനാണ് നിലനിൽക്കുന്നതെങ്കിൽ നമ്മളൊക്കെ പൊങ്ങി വന്നിരിക്കുന്നത് ഈശ്വരനിൽ നിന്നാണെങ്കിൽ നമ്മൾ നിലനിൽക്കുന്നതും ഈശ്വരനിലാണ്, നമുക്ക് തിരിച്ചു പോവേണ്ടതും ഈശ്വരനിലാണ്. ആ സമീപനത്തിൻ്റെ വ്യത്യാസമാണത്. ഒരു പട്ടണത്തിലൊരു സ്ഥലത്ത് ഒരു കുട്ടി, അന്ധനായ കുട്ടി, അവനൊരു പാത്രം വെച്ചിട്ട് അവിടെ ഭിക്ഷ യാചിക്കാനിരിക്കും. 2 കണ്ണും ഇല്ലാത്ത കുട്ടിയാണ്. താഴെ പാത്രം വെച്ചിട്ടുണ്ട്, അവനവിടെ ഇരിക്കും. ആ പാത്രത്തിൻ്റെ അടുത്തായിട്ടൊരു കുറ്റി തറച്ചിട്ട് അതിലെഴുതി വെച്ച് പ്ലേക്കാർഡ് വെച്ചിട്ടുണ്ട്, ഞാൻ അന്ധനാണ്, എനിക്ക് സംഭാവന തന്ന് സഹായിക്കണമെന്ന്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചില്ലറ തൊട്ടുകളിടും, അങ്ങനെ പോവുകയും ചെയ്യും. അങ്ങനെ ഒരാൾ അതിലേക്ക് കടന്നു വന്നപ്പോൾ ആ കുട്ടിയുടെ ഇരിപ്പും ആ പ്ലേക്കാർഡൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന്ന് ആ കുട്ടിയോട് എന്തൊരു കാരുണ്യം.
ഉടനെ ആ പ്ലേ കാർഡ് എടുത്തിട്ട് അദ്ദേഹം അതിൽ മറ്റൊരു കാര്യം എഴുതി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ പൈസ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു, ധാരാളം പൈസ വീണു. അപ്പോൾ ഈ പണം ഇങ്ങനെ വീണത് കണ്ടപ്പോൾ കുട്ടിക്കും ആശ്ചര്യം. അപ്പോൾ കുട്ടി ഇങ്ങനെ ആലോചിച്ചു, ആരാവും അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാൽപര്യമാറ്റം. ആരാണ്? പറഞ്ഞു, ഞാനാണ് കുട്ടി. ആരാണങ്ങ്? പറഞ്ഞു, കുട്ടിക്ക് ഒരുപാട് കാശ് വന്നുവല്ലോ ഇന്ന്. അതെ. എങ്ങനെയാണ് കാശ് വന്നത്? ഞാനിവിടെ ഒരു കാർഡ് വെച്ചിരുന്നു, പ്ലേ കാർഡ് വെച്ചിരുന്നു. അത് ആരോ അതിൽ എഴുത്തെന്തോ മാറ്റിയതായിട്ട് എനിക്ക് തോന്നി. കുട്ടിക്ക് കണ്ണ് കാണില്ലെങ്കിൽ കുട്ടിക്ക് തോന്നിയത്. അതെന്താ മാറ്റിയതെന്ന് എനിക്കറിയില്ല, അതൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനാണ് കുട്ടി മാറ്റിയതെന്ന്. അപ്പം എന്താ അങ്ങ് മാറ്റിയത്? അപ്പം അദ്ദേഹം അതിലെഴുതിയ വരികൾ ഇതാണ്: ഇന്നത്തെ ദിവസം എത്ര സുന്ദരമായ ദിവസം, പക്ഷെ കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയല്ലോ എന്ന്. ഇത്രയും എഴുതിയിട്ടുള്ളൂ. അപ്പം ഇന്നത്തെ ദിവസം ഏറ്റവും സുന്ദരമാണ്, പക്ഷെ എനിക്കത് കാണാനുള്ള ഭാഗ്യമില്ല. അദ്ദേഹം ആ കുട്ടി എഴുതുന്നത് തന്നെയാണ് അർത്ഥമാക്കിയത്. എനിക്ക് കണ്ണില്ല,